ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ, ചില ഹസ്ബൻഡും വൈഫും തമ്മിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു തമ്മിലൊരു ബോണ്ടുണ്ട്, ഭയങ്കര സ്നേഹം, അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി പോകുന്നു. അപ്പോൾ അതിന് എന്തായിരിക്കും റീസൺ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനത് പറയട്ടെ. ഒന്നാമത്തേന്ന് വെച്ചാൽ കംഫോർട്ട്. അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും അവർക്ക് തമ്മിലൊരു കംഫോർട്ട് സോൺ ഉണ്ടാവണം. അതായത് അവർക്ക് അന്യോന്യം എന്തും പറയാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരിക്കണം അവിടെ എന്ന് വെച്ചാൽ. കാരണം നമുക്കിപ്പോൾ മറ്റാരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മുടെ പാർട്ട്ണറോട് സംസാരിക്കാൻ സാധിക്കണം. രണ്ടാമത്തെ കാര്യമാണ് ചേഞ്ച്. അതായത് നമ്മൾ സെയിം പാറ്റേൺ, അതായത് രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഫുഡ്, ഈ ഒരു സെയിം പാറ്റേൺ ആണ് നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതൊരു ഇച്ചിരി ബോറിങ് ആയിരിക്കും അല്ലേ? പക്ഷെ അതിന് പകരം നമുക്ക് ഇപ്പം സമയം കിട്ടുമ്പോൾ ഒന്നിച്ച് ചെറിയ ചെറിയ യാത്രകൾക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആവാൻ സാധിക്കും അല്ലേ? മൂന്നാമത്തെ കാര്യമാണ് ഇമ്പോർട്ടൻസ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ഒരു ചെറിയ രീതിയിലാണെങ്കിൽ പോലും അവരെന്തെങ്കിലും ചെയ്താൽ ഒരു അപ്രിസിയേഷൻ കൊടുക്കുക, താങ്ക് യു കൊടുക്കുക, അങ്ങനെ എന്തും ആവാം. ഇപ്പം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്നു, അപ്പം നിങ്ങൾ എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താൽ അതെനിക്ക് വാവ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുന്നില്ലേ? ഓ, അവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു, അവരെനിക്ക് ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്തു, അങ്ങനെ ആകുമ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പുതിയ കണ്ടൻസ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജമായിരിക്കും അത് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിലും നമ്മൾ ചെറിയ ചെറിയ അപ്രിസിയേഷൻ, അത് ലൈക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ വാക്കിലാണെങ്കിലും എന്തുമായാലും അതൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വാവ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഉള്ള ഒരു കാര്യമാണ് കണക്ഷൻ. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അവരുടെ സിമിലാരിറ്റീസ്, നമുക്ക് എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ, ഇതെല്ലാം അവരോട് നമ്മൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മളൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം. അപ്പം നമ്മുടെ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുക, നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അതേ നാട്ടുകാരനാന്ന് പറയുമ്പോൾ, ഓ, നമ്മുടെ സെയിം നാട്ടുകാരനാണല്ലേ, അപ്പം നമുക്കൊരു ഭയങ്കര ഒരു കണക്ഷൻ ആയിരിക്കുമല്ലേ അവരോട്, നമ്മുടെ സെയിം നാട്ടുകാർ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ അവരോട് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു കണക്ഷൻ നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയെടുക്കുമല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും അവർ തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് അവർ കൂടുതൽ സംസാരിക്കണം. പിന്നെ അടുത്തതാണ് ഗ്രോത്ത്. അതായത് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവണം അവരുടെ കരിയറിന് വേണ്ടിയിട്ടാണെങ്കിലും അവരെ ഓരോ കാര്യങ്ങൾക്കും നമ്മളും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരുടെ ഗ്രോത്തിന് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് അന്യോന്യമുള്ളൊരു ചിന്ത വന്നാൽ തന്നെ ആ ഒരു ലൈഫ് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും. പിന്നെ അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വി ഹാവ് ദ ഫീൽ ടു ഡു നത്തിങ്. എന്ന് വെച്ചാൽ ഇപ്പം ഗേൾസിനെ സംബന്ധിച്ചോളം അവർക്ക് ഒരേ കാര്യങ്ങൾ പല സമയത്ത് ചിന്തിക്കാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ വേറെ കാര്യം ചിന്തിക്കാൻ പറ്റും, വേറെ കാര്യം ചിന്തിക്കുമ്പോൾ വേറെ കാര്യം ചിന്തിക്കാൻ പറ്റും. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിനോട് ഇത് പറയുമ്പോൾ ഇവളെന്താ ഈ പറയണ, മുന്നേ പറഞ്ഞ കാര്യമല്ലല്ലോ ഇപ്പോൾ പറയുന്നത് വെച്ചേക്കും. അത് ഗേൾസിന് മാത്രം കഴിയുന്നൊരു സാധ്യത. പക്ഷെ ബോയ്സിനെ സംബന്ധിച്ചോളം അവർക്കത് സാധിക്കത്തില്ല. അവർക്ക് ഒരേ സമയം 3-4 കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല. അവർക്കുള്ളതാണ് നത്തിങ് സോൺ എന്നാണ് ബോയ്സിനുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ചില ബോയ്സൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കും, വെറുതെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അവരോട് ഇങ്ങനെ ചോദിക്കുക, എന്താ നിങ്ങൾ ആലോചിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ പറയും ഒന്നുമില്ല എന്ന് പറയും. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമല്ലേ, ഇതെന്താ ഇത് ഇങ്ങനെ വെറുതെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ബോയ്സിനും ഉള്ളൊരു കാര്യമാണ് ഈ നത്തിങ് സോൺ എന്ന് പറയുന്നത്. അവർക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യണം, ഇതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ടോയ്ലറ്റിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആരാ? ഗേൾസ് ആണോ? ഗേൾസ് ഒരിക്കലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തില്ല, ബോയ്സ് ആയിരിക്കും. അവർ എത്ര നേരമാണോ സ്പെൻഡ് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയണ്ടാവില്ല. കാരണം അവർ ഈ നത്തിങ് സോണിന് വേണ്ടിയിട്ട് അവർ ബിസിനസ് ചർച്ചകളൊന്നും നടത്തുന്നതായിരിക്കത്തില്ല ടോയ്ലറ്റ് ഇരുന്നിട്ട്. അവർക്ക് ഈ നത്തിങ് സോണിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ കൂടുതൽ സമയം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളത് മനസ്സിലാക്കുക, അവരെ ആ ഒരു കാര്യം നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയാൽ തന്നെ
നമുക്ക് ആ ഒരു ബോണ്ട് നമ്മൾ തമ്മിലുള്ള ആ ഒരു ഫാമിലിയിലുള്ള ഇപ്പം ചില മിക്കവാറും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ചിലപ്പോൾ അവർ ചോദിക്കുമ്പം ഈ നത്തിങ് ഈ ആൻസർ കേൾക്കുമ്പോഴായിരിക്കും. അപ്പം നമ്മൾക്ക് ഇത് മനസ്സിലാക്കിയതിന് അവർക്ക് ഇങ്ങനെ നത്തിങ് സോൺ ഉണ്ട്, അവരെ വെറുതെ വിട്ടേക്കാം എന്ന് ഗേൾസ് മനസ്സിലാക്കിയാൽ തന്നെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവുമല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്താൽ നമുക്ക് നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക്